ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ജൂൺ 4 എമിയുടെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ്. രാവിലെ എണീക്കാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എണീറ്റ പാടിന് ചായ കുടിക്കുമ്പോഴുള്ളൊരു മടിയുണ്ട്. ഓരോന്ന് പറഞ്ഞ് ചായയൊക്കെ കുടിപ്പിച്ച് അതിനുശേഷം കുളിപ്പിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത്. അപ്പോൾ ഇന്ന് അവർക്ക് കളർ തീം ഉണ്ട്. പേരൻസിനും സ്റ്റുഡൻസിനും ആണെന്നുണ്ടെങ്കിലും യെല്ലോ ഓർ പർപ്പിൾ എന്നാണ്. അപ്പോൾ ഏകദേശം ആ കളറുമായി സാമ്യം വരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ 4 ആളും പോയിട്ടുണ്ടായിരുന്നത്. ആളെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് സ്കൂൾക്ക് പോകണതിന്. ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടുന്ന് കുറച്ച് താഴേക്ക് പോകണം. അവിടെ KG സെക്ഷന്. ഫ്രണ്ടിൽ തന്നെ ടീച്ചേഴ്സൊക്കെ ബലൂണൊക്കെ പിടിച്ച് ഇവരെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേയുടെ ബോർഡിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഹാളിലേക്ക് കയറി. പത്തര മുതൽ 1:30 വരെയാണ് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് 10:30 ആയപ്പോൾ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഇയാൾ വന്നിട്ട് കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ കളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രേയറിന് ശേഷം പിന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഇനാഗുറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇനാഗുറേഷന് ശേഷം മാജിക് ഉണ്ടായിരുന്നു. ശബ്ദമില്ലാതിരുന്നാൽ മജീഷ്യൻ വരും, ശബ്ദമില്ലാതായാൽ മജീഷ്യൻ വരും. ഹോളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ ഇരിക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ആള് പുറത്തിറങ്ങി കളി നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ആൾക്ക് ഇറങ്ങാൻ വയ്ക്കണില്ല. അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കണം. അതുപോലെ ക്ലാസ്സിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണിത്. അടിയിലുള്ള ഗ്രൗണ്ടൊക്കെ വരുന്നത്. അതിന് ശേഷം പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവർ പഠിപ്പിക്കുന്നത് മെത്തേഡും അതുപോലെ തന്നെ ലഞ്ചിനാണെങ്കിലും സ്നാക്സിനാണെങ്കിലും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ കളിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിരുന്നു. ഗിഫ്റ്റ് എടുക്കലിന് ശേഷം അവരെല്ലാവരും ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ടും വരാം. അസ്സലാമു അലൈക്കും.